നമസ്കാരം, അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 9ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി 3ാമത്തെ യൂണിറ്റ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠം ഭക്ഷണവും ആരോഗ്യവും. ഈ പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലേഖനത്തിലെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ചർച്ച ചെയ്യുക. അടുത്ത കാലത്ത് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരം നേടിയ നിരവധി ഭക്ഷ്യവസ്തുക്കളുണ്ട്. കൃത്രിമ നിറങ്ങൾ, രാസപദാർത്ഥങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിറവും രുചിയും പൊലിപ്പിച്ചാണ് അത്തരം ഭക്ഷണങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. ആഗോള ചികിത്സാ വ്യവസായികൾക്ക് ഉപഭോക്താക്കളെ, അതായത് രോഗികളെ സൃഷ്ടിക്കുകയാണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ ലക്ഷ്യം. നമ്മുടെ പ്രാദേശിക ഭക്ഷണങ്ങൾ പലതും മറവിയിലേക്ക് പോയിരിക്കുന്നു. അവിടേക്കാണ് പുതിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു വരുന്നത്. ഇത്തരത്തിൽ കൃത്രിമമായ നിറങ്ങളും മണവും രുചിയും കൂട്ടാൻ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ശരീരത്തിന് ദോഷമായി ഭവിക്കുന്നു. അങ്ങനെ പുതിയ കാല ഭക്ഷണങ്ങൾ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. അനുദിനം വർദ്ധിച്ചു വരുന്ന രോഗികൾക്കായി ചികിത്സാ വ്യവസായികൾ വല വിരിച്ച് കാത്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം: ആഗോള ഭക്ഷ്യവിപണി എങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നത്? സ്വാനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിൽ പരിശോധിക്കുക. കുട്ടികളിൽ മിക്കവരും വ്യത്യസ്ത രുചികൾ, മണം, നിറം എന്നിവയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ആഗോള ഭക്ഷ്യവിപണിയുടെ പ്രധാന ഉപഭോക്താക്കളാകുന്നത്. വളർച്ചാ ഹോർമോണുകൾ, രാസപദാർത്ഥങ്ങൾ, അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയെല്ലാം ചേർത്ത് നിറവും രുചിയും മണവും പൊലിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കൾ ആഗോള മാർക്കറ്റിൽ എത്തുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ആകർഷകമായി പൊതിഞ്ഞു വച്ചിരിക്കുന്ന നിറവും മണവും രുചിയും വ്യത്യസ്തമാണെന്ന് തോന്നിക്കുന്ന ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നിക്കുന്ന വിധത്തിൽ അവ നമ്മളെ അടിമകളാക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങളെയും നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു. അതുകൊണ്ടാണ് പരസ്യ കമ്പനികൾ വലിയ വില കൊടുത്ത് സൂപ്പർ മോഡലുകളെ വിലക്കെടുക്കുന്നത്. കുട്ടികളെ കൂടുതൽ ആകർഷിക്കാനായി അവർക്കിഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ടിന്നുകളിലും പാക്കറ്റുകളിലും കുപ്പികളിലും അടയ്ക്കപ്പെട്ട വിപണിയിൽ എത്തുന്ന ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന തലമുറ ക്രമേണ രോഗികളായി തീരും. അടുത്ത ചോദ്യം: കേരളത്തിൻ്റെ ചക്ക ജർമ്മനിയിലും ഹിറ്റ്. കേരളത്തിൻ്റെ ചക്ക ജർമ്മൻ മാധ്യമങ്ങളിൽ വൻ വാർത്തയായി മാറി. ജർമ്മനിയിലെ ട്രാവൽ വാരികയായ സ്റ്റെൽ ബുക്കാണ് നമ്മുടെ ചക്കയെ പറ്റിയുള്ള ആദ്യ വിവരണം ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചത്. ഇതോടെ മറ്റ് ജർമ്മൻ മാധ്യമങ്ങളിലും ചക്ക മഹാത്മ്യം വാർത്തയായി. കേരളത്തിൽ നിന്നുള്ള ചക്ക പ്രകൃതിദത്ത ഇനത്തിൽപ്പെട്ടതാണെന്ന് ജർമ്മൻ വാരിക പ്രത്യേകം എടുത്തു പറയുന്നു. അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നു ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട്. വാർത്തയും പാഠസന്ദർഭവും ശ്രദ്ധിച്ചല്ലോ. നമ്മുടെ നാട്ടിലെ തനത് വിഭവങ്ങൾക്ക് വലിയ സാധ്യതകൾ ലോകമെമ്പാടുമുണ്ട്. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപ്പാദനവും സംസ്കരണവും വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ നാടിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപ്പാദനവും സംസ്കരണവും വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാകുന്നു. തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നതോടുകൂടി തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നു. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഗോള മാർക്കറ്റിൽ നമ്മുടെ നാടിൻ്റെ വിപണികൾ ശക്തമാകുന്നതിനും ഇത് കാരണമാകുന്നു. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാണ്. ഇത് കൃഷിയിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നു. പ്രാദേശിക വിഭവങ്ങൾ പോഷകങ്ങളാൽ സമ്പന്നമാണ്. അതോടെ പോഷകാഹാരക്കുറവ് പ്രത്യേകിച്ചും കുട്ടികളിൽ പരിഹരിക്കപ്പെടുന്നു. ആരോഗ്യകരമായ ഒരു തലമുറ വളർന്നു വരുന്നതിന് കാരണമാകുന്നു. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങൾ സാംസ്കാരിക സംരക്ഷണത്തിന് സഹായകമാണ്. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപ്പാദനവും സംസ്കരണവും വർദ്ധിച്ചാൽ തൊഴിൽ സൃഷ്ടിക്കും കാരണമാകും. അടുത്ത ചോദ്യം: പ്രദേശം പ്രാദേശികം, വ്യവസായം വ്യാവസായികം, കൃഷി കാർഷികം.
മുകളിൽ നൽകിയിരിക്കുന്ന പദജോഡികളുടെ പ്രത്യേകത എന്താണ്? ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക. നാമങ്ങളിൽ നിന്ന് അതിനെ സംബന്ധിച്ച്, അതിനെക്കുറിച്ചുള്ള തുടങ്ങിയ അർത്ഥം വരുന്ന മറ്റു പദങ്ങൾ സൃഷ്ടിക്കാം. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന പദങ്ങൾ വ്യാകരണപരമായി നാമവിശേഷണങ്ങളാണ്. ഉദാഹരണമായി പ്രദേശം നാമമാണ്. അതിൽ നിന്ന് സൃഷ്ടിക്കുന്ന പ്രാദേശികം വിശേഷണമാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ: ഗ്രാമം, ഗ്രാമീണം; ദേശം, ദേശീയം; സമൂഹം, സാമൂഹികം; സംസ്കാരം, സാംസ്കാരികം. അടുത്ത ചോദ്യം: വിളകളുടെ പോഷകമൂല്യമല്ല, ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. ദൃശ്യചാരുത എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. മുകളിൽ നൽകിയ വാക്യം അടിവരയിട്ട പദത്തിൽ ആരംഭിക്കുന്ന വിധത്തിൽ അർത്ഥവ്യത്യാസം വരാതെ മാറ്റി എഴുതുക. ദൃശ്യചാരുത എന്ന വാക്ക് ആദ്യം വരുന്ന രീതിയിൽ അർത്ഥം മാറാതെ വാക്യത്തെ മാറ്റി എഴുതാനാണ് ചോദ്യം. ദൃശ്യചാരുതയ്ക്കാണ് വിളകളുടെ പോഷകമൂല്യങ്ങളെക്കാൾ പ്രാധാന്യം എന്നിങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. അടുത്ത ചോദ്യം: ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ലഘുലേഖ തയ്യാറാക്കുക. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഭക്ഷണം ആവശ്യമാണ്. നാക്കിന് രസിക്കുന്നത് വയറിന് ചേരില്ല എന്നൊരു ചൊല്ലുണ്ട്. രുചിയും ആഹാരശീലങ്ങളും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടാറില്ല. എങ്കിലും രുചിക്കപ്പുറം നല്ല ആഹാരശീലങ്ങൾ ആരോഗ്യപൂർണമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ ഭക്ഷണമില്ലായ്മ കൊണ്ട് ദുരിതം അനുഭവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഭക്ഷണത്തിൻ്റെ പേരിൽ ആർഭാടം നടത്തുന്നു. വില കൂടിയ ഭക്ഷണം, രുചിക്കൂട്ടുകളുടെ വൈവിധ്യം തുടങ്ങിയവ നല്ലതാണെന്ന് ഒട്ടനവധി തെറ്റിദ്ധാരണകൾ ഭക്ഷണശീലങ്ങളിലുണ്ട്. ഭക്ഷണം ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്നിരിക്കെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നല്ല ഭക്ഷണശീലങ്ങൾ വഹിക്കുന്ന പങ്കും നമ്മൾ തിരിച്ചറിയണം. നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നതെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ അവ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ജീവിതശൈലീ രോഗങ്ങൾ പലതും ഇന്ന് വർദ്ധിച്ചു വരാനുള്ള കാരണം ഭക്ഷണശീലങ്ങളാണ്. കാലം തെറ്റിയും നേരം തെറ്റിയും ഭക്ഷണം കഴിക്കുക, ആവശ്യമുണ്ടായിട്ടും ഇല്ലാതെയും ഭക്ഷണം കഴിക്കുക, ചേരാത്ത ഭക്ഷണം ചേർത്തു കഴിക്കുക തുടങ്ങി ഒട്ടേറെ ശീലങ്ങൾ നമുക്കുണ്ട്. ഇത്തരം ശീലങ്ങളിലൂടെ പൊണ്ണത്തടിയായവരും ശരീരഭാരം കുറയ്ക്കാനായി ആവശ്യം വേണ്ട ഭക്ഷണം ഒഴിവാക്കുന്നവരും നമുക്കിടയിലുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം രോഗങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുകയും പ്രതിരോധശേഷിയായി മാറുകയും ചെയ്യും. ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആരോഗ്യവാന്മാരായി മാറും. ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തിൻ്റെ ആധിപത്യ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജങ്ക് ഫുഡിന് പകരം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തേണ്ടതുണ്ട്. ഭക്ഷണത്തിനു വേണ്ടി മാത്രം ജീവിച്ചവരും ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ഭക്ഷണങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് പ്രധാനവും വ്യക്തവും നിർണായകവുമാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെ മുഴുവൻ പിന്നോട്ടടിക്കും വിധം രോഗാതുരതയ്ക്ക് കീഴ്പ്പെടുകയും പകർച്ചവ്യാധികളടക്കം പലവിധ രോഗങ്ങളിൽ നട്ടം തിരികുകയും ചെയ്യുന്ന അവസ്ഥകളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. തിരക്കുപിടിച്ച ജീവിതത്തിൽ ആരോഗ്യം നോക്കാതെ മനം മയക്കുന്ന നിറങ്ങളിലും മത്തുപിടിപ്പിക്കുന്ന രുചികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭക്ഷണക്രമം നമുക്കിന്ന് ഏറെ പ്രിയങ്കരമായിരിക്കുന്നു. പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും ആഡംബര ഭ്രമത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെയും സ്വാധീനത്തിൽ കൈവിട്ടു പോകുന്ന ആരോഗ്യത്തെ തിരികെ പിടിക്കാൻ നമുക്കാകണം. അടുത്ത ചോദ്യം: കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ കാതലായ മാറ്റം ഉണ്ടായി. പുതുതലമുറ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ താല്പര്യം കാണിക്കുന്നു. ഇന്നത്തെ പല ഭക്ഷണ പദാർത്ഥങ്ങളും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. നൽകിയിരിക്കുന്ന സൂചനകൾ കൂടി പരിഗണിച്ച് മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. മുഖപ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചോദ്യോത്തര സൂചികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഖപ്രസംഗം തയ്യാറാക്കാൻ വേണ്ടുന്ന സൂചനകളിലേക്കാണ് ഉത്തരം പോകുന്നത്.
മലയാളികൾക്ക് കൃത്യമായ ഒരു ഭക്ഷണക്രമം ഉണ്ടായിരുന്നു. ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് സ്വന്തം വീട്ടിലെ പറമ്പുകളിലും തൊടികളിലും മറ്റും കിളച്ചും നനച്ചും ഉണ്ടാക്കിയ പലതരത്തിലുള്ള പച്ചക്കറികൾ മലയാളികളുടെ അടുക്കളയിൽ എത്തി. അധ്വാനിക്കുന്നതിനോടൊപ്പം തന്നെ നാടൻ വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ മലയാളിക്ക് അക്കാലത്ത് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ആരോഗ്യകരമെന്ന് കരുതി പോരുന്ന നമ്മുടെ തനത് നാടൻ ഭക്ഷണക്രമത്തെ പോലും അട്ടിമറിക്കാൻ പര്യാപ്തമായ തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ലോകത്തിനാകമാനം മാതൃകയായ നമ്മുടെ പൊതുജനാരോഗ്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. വർക്ക് ഫ്രം ഹോമിൻ്റെ ഭാഗമായി പലരും നാട്ടിലെത്തിയതോടുകൂടി ചെറു ഗ്രാമങ്ങളിൽ പോലും ഇന്ന് പിസയും ബർഗറും കിട്ടിത്തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം ഭക്ഷണത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇതെല്ലാമാണ്. നഗരവൽക്കരണവും അണുകുടുംബങ്ങളുടെ ആവിർഭാവവും കുടുംബങ്ങളുടെ സാമ്പത്തിക ശേഷിയിലുണ്ടായ വർധനയും ജോലി തിരക്കും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഓൺലൈൻ വിതരണ ശൃംഖലയുടെ ആവിർഭാവത്തോടെ ഭക്ഷണ കച്ചവടത്തിന് അനന്ത സാധ്യതകളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഹോട്ട് ഡോഗ്, ഹാം സോസേജ് എന്നിങ്ങനെ പ്രോസസ്ഡ് ഇറച്ചി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് കൃത്യമായി തെളിവുള്ള ഗ്രൂപ്പ് 1 ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബീഫ്, പോർക്ക്, മട്ടൻ തുടങ്ങിയ റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് 2 ലോകാരോഗ്യ സംഘടന പെടുത്തിയിട്ടുള്ളത്. സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ചായം ചേർത്ത പാനീയങ്ങൾ, മൈദ, എരിവ്, പുളി, മസാലകൾ, ഉപ്പ് എന്നിവയെ കൂടാതെ അജിനോമോട്ടോ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുടെയും അമിതോപയോഗം ആരോഗ്യത്തിന് ദോഷകരമാകും എന്നത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണ്. ഫാസ്റ്റ് ഫുഡുകൾ പലതും മനുഷ്യരുടെ രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുകയും വീണ്ടും കഴിക്കണമെന്ന ആസക്തി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പൊണ്ണത്തടി, രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയാഘാതം, അർബുദം ഉൾപ്പെടെ ഒട്ടേറെ ജീവിതശൈലീ രോഗങ്ങളുടെ തലസ്ഥാനമായി കേരളത്തെ പൊതുജനാരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നതിൽ അത്ഭുതപ്പെടാനില്ല. കുറഞ്ഞ മരണനിരക്കും ഉയർന്ന രോഗാതുരതയും എന്ന വൈരുദ്ധ്യം കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഗ്രസിച്ചിരിക്കുന്നു. കേരളം മുൻകാലങ്ങളിൽ നേടിയെടുത്ത കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ആരോഗ്യം എന്ന ആരോഗ്യ മാതൃകയെ പോലും തകിടം മറിക്കുന്ന തലത്തിലേക്ക് ഇത് നയിച്ചേക്കാം. തത്ഫലമായി പൊതുജനങ്ങൾക്ക് ചികിത്സ തീർത്തും അപ്രാപ്യമാകുന്ന സാഹചര്യവും പല കുടുംബങ്ങളെയും പാപ്പരാക്കുന്ന അവസ്ഥയും വന്നുചേരാൻ ഇടയുണ്ട്. ശരിയായ ഭക്ഷണശീലത്തെ പറ്റിയുള്ള അറിവ് ഉണ്ടാക്കുക എന്നതാണ് ഇതിനുള്ള ആദ്യത്തെ പരിഹാരമാർഗം. നാം കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും കലോറി വിലയോടൊപ്പം മെനുവിൽ ലഭ്യമാക്കണമെന്ന് നിയമപൂർവ്വം നിർബന്ധിക്കണം. ഹോട്ടലിലെ ഓരോ മെനുവിലും ഹെൽത്തി ഓപ്ഷൻ എന്ന പേരിൽ കുറച്ചു ഭക്ഷണമെങ്കിലും ഉണ്ടാകണം എന്നത് നിർബന്ധമാക്കണം. കേരളത്തിലെ ഓരോ വാർഡിലും വ്യായാമത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കണം. ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ആരോഗ്യകരമായ ജീവിത രീതി നമ്മുടെ ജനങ്ങളെ പഠിപ്പിക്കാൻ ഗവൺമെൻറ് മുൻകൈയെടുക്കണം. ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നതിനെതിരെ ശക്തമായ ശിക്ഷാ നടപടികളും സ്വീകരിക്കണം. നമ്മൾ ഇന്നിത് കർശനമായി പാലിച്ചെങ്കിൽ മാത്രമേ വളർന്നുവരുന്ന ഒരു തലമുറ ആരോഗ്യത്തോടെ നട്ടെല്ലുയർത്തി നിൽക്കൂ. തിന്നുമരിക്കുന്ന മലയാളിയായി മാറാതെ ആവശ്യത്തിന് അളവിൽ കൃത്യസമയത്ത് പോഷകസമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ലോക മാതൃക നാം പിന്തുടരേണ്ടതുണ്ട്. അടുത്ത ചോദ്യം: പ്രാദേശികമായി ലഭ്യമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിക്കുക. കേരളത്തിലെ ഓരോ പ്രദേശത്തിനും ഓരോ ജില്ലയ്ക്കും ഓരോ പ്രദേശത്തിനും തനതായ വിഭവങ്ങളുണ്ട്, രുചിഭേദങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ പ്രദേശത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഭക്ഷ്യമേള സംഘടിപ്പിക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.